ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 31-ാമത്തെ അധ്യായം. അതിൽ 27-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകത്രിംശോऽധ്യായഃ. മൈത്രേയ ഉവാച. തത ഉൽപ്പന്ന വിജ്ഞാന ആശ്വതോക്ഷജ ഭാഷിതം സ്മരന്താത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത് ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശി വേലായാം സിദ്ധോ ഭൂല്യത്ര ജാജലിഃ. താൻ നിർജിത പ്രാണമനോവചോദൃശോ ജിതാസനാൻ ശാന്തസമാനവിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദ. തമാഗതം ത ഉത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനമഥാ ബ്രുവൻ. പ്രചേതസ ഊജുഃ. സ്വാഗതം ദേ സുരർഷേദ്യ ദിഷ്ട്യാനോ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മന്നഭയായ യഥാരവേഃ. യദാദിഷ്ടം ഭഗവതാ ശിവേനാഥോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷപിതാം പ്രഭോ. തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം ദത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. മൈത്രേയ ഉവാച. ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവന്നാരദോ മുനിഃ ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാ ബ്രവീൻ നൃപാൻ. നാരദ ഉവാച. തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാത്മികൈഃ കർമ്മഭിർവാത്രൈഃ പ്രോക്തൈഃ പുംസോऽപി വിബുധായുഷാം. ശ്രുതേന തപസാ വാ കിം വചോഭിശ്ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ. കിം വാ യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരണ്യൈശ്ച നയത്രാത്മപ്രദോ ഹരിഃ. ശ്രേയസാമപി സർവേഷാമാത്മാ ഹ്യവധിരർത്ഥതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയഃ. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തൽസ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാच्च യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. യഥൈവ സൂര്യാത് പ്രഭവന്തി വാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ. ഏതത്പദം തജ്ജഗദാത്മനഃ പരം സകൃദ്വിഭാതം സവിതുര്യഥാ പ്രഭാ. യഥാ സവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിധാഭ്രമാത്യയാം. യഥാ നഭസ്യ അഭ്രതമപ്രകാശാ ഭവന്തി ഭൂപാ ന ഭവന്ത്യനുക്രമാത്. ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമൂ രജസ്തമസ്സത്വമിതി പ്രവാഹഃ. തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സുതേജസാധ്വസ്തഗുണപ്രവാഹം ആത്മൈകഭാവേന ഭജദ്ഭമദ്ധാ. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാ വാ തുഷ്യത്യാശു ജനാർദ്ദനഃ. അപഹത സകലൈഷണാമലാത്മന്യവിരതമേധിതഭാവിനോപഹൂതഃ നിജജനവശഗത്വമാത്മനോ യൻ ന സരതി ഛിദ്രവദക്ഷരഃ സതാം ഹി. ന ഭജതി കുമനീഷിണാം സയുജ്യം ഹരിരഥനാത്മധനപ്രിയോ രസജ്ഞഃ ശ്രുതധനകുലധർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സത്സു. ശ്രിയമനുചരതീം തദർത്ഥിനശ്ച ദ്വിപദപദീൻ വിബുധാംശ്ചയൽ സ്വപൂർണ്ണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥമമുദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. മൈത്രേയ ഉവാച. ഇതി പ്രചേതസോ രാജന്യന്യാശ്ച ഭഗവത്കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വായംഭുവോ മുനിഃ. തേപി തന്മുഖനിര്യാതം യശോ ലോകമലാപഹം ഹരേർനിശമ്യ തൽപാദം ധ്യായന്തസ്തൽഗതിം യയുഃ. ഏതത്തേഭിഹിതം ക്ഷത്തര്യന്മാം ത്വം പരിപൃഷ്ടവാൻ പ്രചേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. ശ്രീശുകുവാച. യേഷ ഉത്താനപദോ മാനവസ്യാനുവർണിതഃ വംശപ്രിയവ്രതസ്യാപി നിബോധ നൃപസത്തമ.
27ാമത്തെ ശ്ലോകം യോ നാരദാദ് ആത്മവിദ്യാമധിഗമ്യ പുനർമഹീം ഭുക്ത്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വര്യം സമഗാത് പദം. അങ്ങനെ ആ ശ്രീനാരദ മഹർഷിയിൽ നിന്നും ആ ആത്മോപദേശം സ്വീകരിച്ചിട്ട് ആ പ്രിയവ്രതൻ കുറേ കാലം ഭൂഭാരം നടത്തി രാജ്യം പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുത്തിട്ട് ഈശ്വരപദത്തെ പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 28ാമത്തെ ശ്ലോകം ഇമാം ദു കൗഷാരവിണോപവർണിതാം ക്ഷത്താനിശമ്യാജിതവാദസൽകഥാം പ്രവൃദ്ധഭാവോശ്രുകലാകുലോ മുനേർ ദധാരമൂർധ്നാചരണം ഹൃദാഹരേ. ഇമാം തു കൗഷാരവിണോപവർണിതാം ക്ഷത്താനിശമ്യാജിതവാദസൽകഥാം പ്രവൃദ്ധഭാവോശ്രുകലാകുലോ മുനേർ ദധാര മൂർധ്നാചരണം ഹൃദാ ഹരേഹ. ആ വിതുരൻ ആ മൈത്രേയ മുനിയാൽ ഇങ്ങനെ നന്നായിട്ട് വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഈ സൽക്കഥ, ആ ചരിത്രമാകുന്ന സൽക്കഥയെ, ആ മഹാവിഷ്ണുവിൻ്റെ ചരിത്രമാകുന്ന സൽക്കഥയെ കേട്ടിട്ട് വർദ്ധിച്ച ആ സന്തോഷത്തോടു കൂടി, സന്തോഷാശ്രുക്കളോടും കൂടി ആകുലനായും ഭവിച്ചിട്ട് ശിരസ്സുകൊണ്ട് ആ മുനിയുടെ, ആ ശിരസ്സുകൊണ്ട് ആ മുനിയെയും മനസ്സുകൊണ്ട് ആ ഹരിയെയും ആ ഹരിയുടെ തൃപ്പാദത്തെയും അങ്ങനെ ധരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇമാം ദു കൗഷാരവിണോപവർണിതാം. ഇപ്രകാരം ആ മൈത്രേയനാൽ വർണ്ണിക്കപ്പെട്ട ആ മഹാവിഷ്ണുവിൻ്റെ ചരിത്രം കേട്ടിട്ട് ആ ക്ഷത്ത വിതുരൻ ക്ഷത്താനിശമ്യാജിതവാദ സൽക്കഥാം, ആ വിതുരൻ അത് കേട്ടിട്ട് ആ സൽക്കഥകളെ, ആ ഭഗവാന്റെ ചരിത്രമാകുന്ന സൽക്കഥകളെ കേട്ടിട്ട് പ്രവൃദ്ധഭാവോ, അദ്ദേഹം അങ്ങനെ ആ വർദ്ധിച്ച ഭക്തിയോട് കൂടിയിട്ട് പ്രവൃദ്ധഭാവോ അശ്രുകലാകുലോ സന്തോഷാശ്രുക്കളാൽ ആകുലനായിട്ട് ഭവിച്ച മുനേർ, ആ മുനിയെ, ആ മൈത്രേയ മുനിയെ ദധാരമൂർധ്ന മൂർധാവില ശിരസ്സുകൊണ്ട് ആ മുനിയുടെയും ഹൃദാഹരേഹേ മനസ്സുകൊണ്ട്, ശിരസ്സുകൊണ്ട് ആ മുനിയെ നമസ്കരിച്ചു. മനസ്സുകൊണ്ട് ചരണം ഹൃദാഹരേഹേ ആ ഹരിയുടെ ചരണത്തെയും ധരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ക്ഷത്താതു വിതുരനാകട്ടെ കൗഷാരവിണ ആ മൈത്രേയ മുനിയാൽ ഉപവർണിതാം നന്നായി വർണ്ണിക്കപ്പെട്ട ഇമാം ഈ അജിതവാദ സൽക്കഥാം ആ മഹാവിഷ്ണുവിൻ്റെ, അജിതൻ എന്ന് പറയുന്ന മഹാവിഷ്ണുവിൻ്റെ സൽക്കഥകളെ, ചരിത്രമാകുന്ന സൽക്കഥകളെ നിശമ്യ കേട്ടിട്ട് പ്രവൃദ്ധഭാവ വർദ്ധിച്ച ഭക്തിയോടും അശ്രുകലാകുലം അസന്തോഷാശ്രുക്കളാൽ ആകുലനായും ഭവിച്ചിട്ട് മൂർധന ശിരസ്സുകൊണ്ട് മുനേഹെ ആ മുനിയുടെയും ഹൃദ മനസ്സുകൊണ്ട് ഹരേഹെ ഹരിയുടെയും ചരണം ആ തൃപ്പാദത്തെ ദധാര ധരിച്ചു. ഒന്നുകൂടി പറയാം. ക്ഷത്താതു വിതുരരാകട്ടെ കൗഷാരവിണ മൈത്രേയ മുനിയാൽ ഉപവർണിതാം നന്നായി വർണ്ണിക്കപ്പെട്ട ഇമാം ഈ അജിതവാദ സൽക്കഥാം ആ മഹാവിഷ്ണുവിൻ്റെ ചരിത്രമാകുന്ന സൽക്കഥയെ നിശമ്യ കേട്ടിട്ട് പ്രവൃദ്ധഭാവ വർദ്ധിച്ച ഭക്തിയോടും അശ്രുകലാകുല സന്തോഷാശ്രുക്കളാൽ ആകുലനായും ഭവിച്ച് മൂർധന ശിരസ്സുകൊണ്ട് മുനേഹെ ആ മുനിയുടെയും ഹൃദ മനസ്സുകൊണ്ട് ഹരേഹെ ഹരിയുടെയും ചരണം ആ തൃപ്പാദത്തെ ദധാര ധരിച്ചു. അപ്പോൾ ക്ഷത്ത കൗഷാരവിണ ഉപവർണിതാം ഇമാം അജിതവാദ സൽക്കഥാം നിശമ്യ പ്രവൃദ്ധഭാവ അശ്രുകലാകുല മൂർധ്ന മുനേഹെ ഹൃദാഹരേഹെ ചരണം ദധാര. ക്ഷത്താതു കൗഷാരവിണ ഉപവർണിതാം ഇമാം അജിതവാദ സത്കഥാം നിശമ്യ പ്രവൃദ്ധഭാവ അശ്രുകലാകുല മൂർധ്ന മുനേഹെ ഹൃദാ ഹരേഹെ ചരണം ദധാര. വിതുരരാകട്ടെ ആ മൈത്രേയ മുനിയാൽ നന്നായി വർണ്ണിക്കപ്പെട്ട
ആ മഹാവിഷ്ണുവിൻ്റെ ഈ സൽക്കഥകളെ കേട്ടിട്ട് വർദ്ധിച്ച ഭക്തിയോടും ആശുക്കളാൽ ആകുലനായും ഭവിച്ച് ശിരസ്സുകൊണ്ട് ആ മുനിയെയും ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ആ ഹരിയുടെയും തൃപ്പാദത്തെ ധരിച്ചു. മൈത്രേയ മഹർഷി അരുളി ചെയ്ത ഭഗവാന്റെ സൽക്കഥകൾ സശ്രദ്ധം കേട്ട വിതുരൻ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ആ മൈത്രേയ മഹർഷിയുടെ കാൽക്കൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ശ്രീഹരിയുടെ ചരണാരവിന്ദങ്ങൾ ഹൃദയത്തിലും ധരിച്ചു. മൂർധ്നാ മുനേഹ ചരണം ദധാര ഹൃദാഹരേഹ ചരണം ദധാര എന്നാണ് അന്വയം വരിക. ഇവിടെ നിശമ്യ എന്നിടത്ത് ശ്രവണം, പ്രവൃദ്ധഭാവ എന്നിടത്ത് മനനം, ദധാര എന്നിടത്ത് നിധിധ്യാസനം, ഈ 3 ഭാവങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മൈത്രേയൻ വർണ്ണിച്ചു പറഞ്ഞ ആ ഭഗവാന്റെ ആ ദിവ്യഗുണഗണങ്ങളെ വ്യക്തമാക്കുന്ന ആ പുണ്യകഥകൾ കേട്ട വിതുരൻ വർദ്ധിച്ച ഭക്തിയോട് കൂടിയിട്ട് ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ശിരസ മൈത്രേയൻ്റെയും ഹൃദയം കൊണ്ട് ആ ഭഗവാന്റെയും പാദങ്ങൾ ധരിച്ചു. അപ്പോൾ നിജാനന്ദ പരിപൂർണനും ഭക്തന്മാർക്ക് അധീനനുമായിരിക്കുന്ന ഭഗവാൻ നിത്യവും തന്നെ ആശ്രയിച്ചിരിക്കുന്ന ശ്രീദേവിയെ കൂടെ കഴിഞ്ഞതിൽ മൈത്രേയർ പറയുകയാണ്, ഹേ രാജൻ, ഇപ്രകാരമുള്ളതും ധ്രുവാദി ഭക്തന്മാരെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഭഗവത് കഥകളെ പ്രചേതസ്സുകളോട് ഉപദേശിച്ച ഭഗവാൻ ശ്രീനാരദമുനി ലോകത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ പ്രചേതസ്സുകളാകട്ടെ ശ്രീനാരദ മുഖത്തിൽ നിന്നും ഉത്ഭവിച്ചതും സകല ലോകത്തിൻ്റെയും രാഗലോഭാദി മനോമാലിന്യങ്ങൾ നിശേഷം നശിപ്പിച്ച് പരമശുദ്ധിയെ നൽകുന്നതുമായിരിക്കുന്ന ശ്രീഹരികീർത്തിയെ കേട്ടിട്ട് ആ ഹരിപാദത്തെ തന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അവസാനത്തിൽ ആ ഹരിപാദത്തോട് ചേരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ മൈത്രേയ ഉവാച ഇതി താൻ ശ്രാവയിത്വ, ഇപ്രകാരം ഈ കഥകളെ കേട്ടിട്ട് നാരദോ ബ്രഹ്മലോകം നാരദൻ ബ്രഹ്മലോകത്തിലേക്ക് പോയി. തേവി പ്രചേതസോ നാരദവചഃ ശ്രുത്വ, പ്രചേതസ്സുകൾ നാരദൻ്റെ വാക്കുകൾ കേട്ട് ഹരിപദം ധ്യായേത് അന്തസ്തദ്ഗതിം ധ്യായന്തസ്തദ്ഗതിം, ആ ഹരിയുടെ പാദത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ഹരിയുടെ ആ ഗതിയിൽ പോയി. ഹേ വിതുര, അല്ലയോ വിതുര, യത്വം മാം പൃഷ്ടവാൻ തത്തേ, ഇപ്രകാരം ആ പ്രചേതസ്സുകൾ വിതുരൻ യത്വം മാം പൃഷ്ടവാൻ, വിതുരൻ പറഞ്ഞത് പ്രകാരം ഞാൻ ചോദിക്കപ്പെട്ടു. അതിനെ ആ പ്രചേതസ്സുകളുടെയും നാരദൻ്റെയും സംവാദരൂപത്തിലുള്ള മയാഖ്യാനം, പ്രചേതസാം നാരദസ്യ സംവാദരൂപം മയാഖ്യാനം ഹരികീർത്തന രൂപം കഥിതം, ഹരികീർത്തനമായിരിക്കുന്ന രൂപത്തെ കഥിച്ചു. ശ്രീശുകൗവാച, ഹേ പരീക്ഷിത്, ഏവം തുഭ്യം ഉത്താനപാദോ വംശം, അങ്ങനെ ആ ഉത്താനപാദൻ്റെ വംശം വർണ്ണിച്ചു. പ്രിയവ്രത വംശം ശൃണു, പ്രിയവ്രത വംശത്താണ് ഇനി പറയപ്പെടുന്നത്. പ്രിയവ്രതോ നാരദാത്മവിദ്യാം, ആ പ്രിയവ്രതൻ നാരദനിൽ നിന്നും ആത്മവിദ്യയെ അഭ്യസിച്ച് പ്രാപിച്ചിട്ട് പരംപദം ജഗാമ, ഭഗവാന്റെ പദത്തിലേക്ക് പോയി. യഹ പ്രിയവ്രതോ നാരദാത്മവിദ്യാം പ്രാപ്യ പരംപദം ജഗാമ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വിതുര ഇമാം മൈത്രേയ വർണ്ണിതാം ഹരിസൽക്കഥാം ശ്രുത്വ, ഇപ്രകാരം ആ മൈത്രേയനാൽ വർണ്ണിക്കപ്പെട്ട ഹരിസൽക്കഥയെ കേട്ടിട്ട് ഭക്തിപൂർവം ഹരേശ്ചരണം, ഭക്തിപൂർവം ഹരിയുടെ ചരണത്തെ ഹൃദയത്തിൽ ധരിച്ചു. ഇത്രേ പറഞ്ഞുള്ളൂ. വിതുര ഇമാം മൈത്രേയ വർണ്ണിതാം ഹരിസൽക്കഥാം ശ്രുത്വ, ഇപ്രകാരം ആ മൈത്രേയനാൽ വർണ്ണിക്കപ്പെട്ട ഹരിസൽക്കഥകളെ കേട്ടിട്ട് ഭക്തിപൂർവം ഹരേശ്ചരണം, ഹരിയുടെ ചരണത്തെ ഹൃദയത്തിൽ ധരിച്ചു. മുനേശ്ചരണം മൂർധാധൃത്വ, ആ മുനിയുടെ
അതായത് മൈത്രേയ മുനിയുടെ ആ ശിരസ്സിനെ, മൈത്രേയ മുനിയുടെ ചരണത്തെ ശിരസിൽ ധരിച്ചു. മുനേശ്ചരണം മൂർധനാധൃത്വ പുനരപി ജഗാത അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ വിതുര ഇമാം മൈത്രേയവർണിതാം ഹരിസൽക്കഥാം ശ്രുത്വാ ഭക്തിയ ഹരേശ്ചരണം ഹൃദാ ദതാര മുനേശ്ചരണം മൂർധനാധൃത്വ പുനരപി ജഗാത. എന്നിട്ട് വിതുരൻ പറയാണ്, വിതുര ഉവാച സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മനാ ദർശിതസ്തമസഃ പാരോ യത്ര ആകിഞ്ചന ഗോ ഹരിഃ. സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മനാ ദർശിതസ്തമസഃ പാരോ യത്ര ആകിഞ്ചന ഗോ ഹരിഃ. അല്ലയോ യോഗികളിൽ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, ദയാലുവായിരിക്കുന്ന അങ്ങയാൽ യാതൊരിടത്തോ അകിഞ്ചനന്മാർക്ക് ഗോചരനായിരിക്കുന്ന ഭഗവാൻ, ആ ഇദ്ദേഹമാണ് അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകര എന്ന് കാട്ടിത്തന്നവൻ ആയി. മഹായോഗി, അല്ലയോ വിതുരൻ പറയുകയാണ്, അല്ലയോ യോഗിവര്യനായിരിക്കുന്ന ആ മഹർഷേ, ദയാലുവായിരിക്കുന്ന അങ്ങയാൽ യാതൊരിടത്തോ അകിഞ്ചനന്മാർക്ക് ഗോചരൻ, എല്ലായിടത്തും ആ അകിഞ്ചനന്മാർക്ക്, ആ കാഞ്ചനത്തെ ഒന്നും ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഗോചരനായിരിക്കുന്ന ഹരി ആയിരിക്കുന്ന ഭഗവാൻ, ആ ഇദ്ദേഹം ആണ്, ആ ഭഗവാനാണ് ജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകര എന്ന് അങ്ങയാൽ, ആ യോഗിവര്യനായിരിക്കുന്ന മൈത്രേയ മഹർഷിക്കാൽ എനിക്ക് കാട്ടിത്തന്നവനായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹേ മഹായോഗിൻ, അല്ലയോ യോഗികളിൽ ശ്രേഷ്ഠനായവനെ, സോയമദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മനഃ ദർശിതസ്തമസപ്പാരോ യത്രാകിഞ്ചന ഗോഹരിഃ. അല്ലയോ യോഗികളിൽ ശ്രേഷ്ഠനായവനെ, കരുണാത്മന ദയാലുവായിരിക്കുന്ന ഭവത അങ്ങയാൽ, യാതൊരിടത്തോ അകിഞ്ചന ഗോചരഃ അകിഞ്ചനന്മാർക്ക് ഗോചരനായിരിക്കുന്ന ഹരിഹി ആ ഭഗവാൻ, സഹ അയം ആ ഇദ്ദേഹമാണ്, തമസഹ അജ്ഞാന അന്ധകാരത്തിൻ്റെ മറുകരയെന്ന് ദർശിത കാട്ടിത്തന്നവനായി. എന്നുകൂടി പറയാം, ഹേ മഹായോഗിൻ, അല്ലയോ യോഗികളിൽ ശ്രേഷ്ഠനായവനെ, കരുണാത്മന ദയാലുവായിരിക്കുന്ന ഭവത അങ്ങയാൽ, യത്ര യാതൊരിടത്തോ അകിഞ്ചന ഗോചരഃ അകിഞ്ചനന്മാർക്ക് ഗോചരനായ ആ ഹരിഹി ഭഗവാൻ, സഹ അയം ആ ഇദ്ദേഹമാണ്, തമസഹ അജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകരയെന്ന് ദർശിത കാട്ടിത്തന്നവനായി. അപ്പോൾ ഹേ മഹായോഗിൻ കരുണാത്മന ഭവത യത്ര അകിഞ്ചനഗോചരഃ ഹരിഹി സഹ അയം തമസഃ ദർശിതഃ. ഒന്നുകൂടി പറയാം, ഹേ മഹായോഗിൻ കരുണാത്മന ഭവത യത്ര അകിഞ്ചനഗോചരഃ ഹരിഹി സഹ അയം തമസഃ ദർശിതഃ. അപ്പോൾ അല്ലയോ മഹായോഗിൻ, യോഗികളിൽ ശ്രേഷ്ഠനായവനെ, ദയാലുവായ അങ്ങയാൽ യാതൊരിടത്തോ അകിഞ്ചരന്മാർക്ക് ഗോചരനായിരിക്കുന്ന ഭഗവാൻ, ആ ഇദ്ദേഹമാണ് ജ്ഞാനാന്ധകാരത്തിൻ്റെ മറുകരയെന്ന് കാട്ടിത്തന്നവനായി. അല്ലയോ മഹായോഗിയായുള്ള മൈത്രേയ മഹർഷേ, കരുണാനിധിയായ അങ്ങുന്ന് അജ്ഞാനത്തിൻ്റെ അന്ത്യം കുറിച്ചു, ജ്ഞാനം എന്തെന്നുപദേശിച്ചു. അങ്ങയുടെ ഉപദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആത്മസമർപ്പണം ചെയ്തവർക്ക്, വേറെ ധനമൊന്നും കാക്ഷിക്കാത്തവർക്ക് ഗതിയായി വർത്തിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി മാത്രമാണ്. അപ്പോൾ വിതുര മൈത്രേയ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. തൃതീയ സ്കന്ധം 5-ാം അധ്യായം മുതൽ ഇവിടം വരെ 60 അധ്യായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതും ഭാഗവതത്തിലെ അത്യന്തം വിജ്ഞാനപ്രദങ്ങളായിരിക്കുന്ന തത്വങ്ങൾ അടങ്ങിയതുമായിരിക്കുന്ന ആ വിതുര മൈത്രേയ സംവാദം സമാപിച്ചുവെന്നോർക്കുമ്പോൾ ഒരു വിരഹവേദന ഭക്തജനങ്ങളിൽ സ്വാഭാവികമാണ്. നമ്മുടെ ആ ശിരസ്സുകൾ മൈത്രേയ മഹർഷിയുടെയും വിതുര മഹാശയൻ്റെയും ചരണ ആരവിന്ദങ്ങളിൽ അർപ്പിക്കാം. ഈ വിതുര മൈത്രേയ സംവാദം ശ്രവണ കീർത്തനാദികളിലൂടെ ഉൾക്കൊണ്ട് നമുക്കും ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങൾ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കാം. മൈത്രേയ മഹർഷിയുടെ ആ സമാപനവാക്യമായിരിക്കുന്ന ഹരികീർത്തനം മാത്രമാണ് അസ്മാദൃശന്മാർക്ക് ഏകാവലംബം. ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുകയാണ് ഇവിടെ. അപ്പോൾ വിതുരൻ പറയുകയാണ്, മഹായോഗിൻ
കാരുണ്യപൂർണനായിരിക്കുന്ന അങ്ങ് പരമത്യാഗികൾക്ക് മാത്രം പ്രാപ്യനായിരിക്കുന്ന ഭഗവാൻ സന്നിധാനം ചെയ്യുന്ന ആ അജ്ഞാനാതീതമായിരിക്കുന്ന സ്ഥാനം എനിക്ക് ഇപ്പോൾ കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, അല്ല, ഹേ വിതുര, പ്രചേതസ്സുകൾ ആരാണ്? ഇല്ലല്ലോ, ഇപ്പോൾ വിതുരർ പറയണ, ഹേ മഹായോഗിയായുള്ളവനെ, കരുണാശീലനായിരിക്കുന്ന നിന്തിരുവടി ജന്മജരാ മരണാദി ക്ലേശങ്ങളെ ജനങ്ങൾക്ക് നൽകുന്ന ആ അവിദ്യയുടെ മറുകര കാട്ടിത്തന്നു. അതിനുള്ള ശക്തി അങ്ങയെപ്പോലുള്ള മഹായോഗികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. ജീവകാരുണ്യത്തിൻ്റെ ദൃഷ്ടാന്തം ഇതുതന്നെ. അങ്ങയുടെ ഈ പരമോപദേശത്താൽ സർവസംഘത്തെയും പരിത്യജിച്ച് ഭജിക്കുന്ന ഭക്തന്മാർക്ക് കിട്ടുന്ന ശ്രീഹരിയെ ഞാൻ പ്രാപിച്ചതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീശുകൻ പറയണം, വിതുരർ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം മുനിയുടെ പാദത്തിൽ നമസ്കാരം ചെയ്തു യാത്രയ്ക്ക് അനുവദിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കണം. വ്യാഖ്യാനത്തിൽ വിതുരൻ പറയണു, ഹേ മഹായോഗിൻ, അല്ലയോ മഹായോഗിയായിരിക്കുന്ന മൈത്രേയ മഹർഷേ, കരുണാത്മനാ ഭവത, കാരുണ്യപൂർവ്വം അങ്ങയാൽ തമസപ്പാരോ, ആ തമസിനെ ഇല്ലാതെയാക്കുന്ന ആ അവസ്ഥ എങ്ങനെയെന്ന് ദർശിത, കാണിച്ചു തരപ്പെട്ടു എന്നിട്ടാണ് ശ്രീശുകൻ പറയണം. അടുത്ത ശ്ലോകം, ഇത്യാനമ്യതമാമന്ത്ര്യ വിതുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുപ്രയയൗ ജ്ഞാതീനാം നിർവൃതാശയ. ഇത്യാനമ്യതമാമന്ത്ര്യ വിതുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുപ്രയയൗ ജ്ഞാതീനാം നിർവൃതാശയ. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് ആ സാഫല്യത്തോടു കൂടിയവനായിരിക്കുന്ന വിതുരൻ സ്വന്തം ആ ബന്ധുജനങ്ങളുടെ ദർശനത്തിന് ഇച്ഛയുള്ളവനായിട്ട് ആ കുരുക്ഷേത്രത്തിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. വിതുരൻ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി ആ സുജനങ്ങളെ കാണുവാനുള്ള അത്യാഗ്രഹത്തോടും അതു തരപ്പെടും എന്ന ആ ആനന്ദാതിരേകത്തോടും കൂടി ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു യാത്രയായി എന്നുള്ളതാണ് പറയുന്നത്. സ്വാനാം എന്നതിന് ആ പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഹസ്തിനാപുരത്തിൽ തന്നെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് വിതുരൻ അറിയാം. തൻ്റെ തീർത്ഥയാത്രാ വേളയിൽ പ്രഭാസത്തിലെത്തിയപ്പോൾ ഭാരതയുദ്ധം കഴിഞ്ഞതായും ധർമ്മപുത്ര സ്വന്തം മകൻ ഏകഛത്രാധിപതിയായി രാജ്യം ഭരിക്കുന്നതായും മനസ്സിലാക്കി എന്ന് തൃതീയം 1-ാം അധ്യായം 20 മുതൽ ശ്ലോകങ്ങളിൽ പറഞ്ഞു. വിതുരൻ്റെ ആ പ്രത്യാഗമനവും അനന്തര സംഭവങ്ങളും ആ പ്രഥമസ്കന്ധം 13-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്രകാരം പറഞ്ഞ് തം അദ്ദേഹത്തെ ആനമ്യ നമസ്കരിച്ച് ആമന്ത്ര്യ യാത്ര പറഞ്ഞ് നിർവൃതാശയ സാഫല്യത്തോടു കൂടിയവനായിരിക്കുന്ന വിതുരൻ സ്വാനാം സ്വന്തം ജ്ഞാതീനാം ബന്ധുജനങ്ങളുടെ ദിദൃക്ഷു ദർശനത്തിന് ഇച്ഛയുള്ളവനായിട്ട് പ്രയയൗ യാത്രയായി. ഒന്നുകൂടി പറയാം. ഇതിഹി ഇപ്രകാരം തം അദ്ദേഹത്തെ ആനമ്യ നമസ്കരിച്ച് ആമന്ത്ര്യ യാത്ര പറഞ്ഞ് നിർവൃതാശയ സാഫല്യത്തോടു കൂടിയവനായിരിക്കുന്ന വിതുരൻ സ്വാനാം സ്വന്തം ജ്ഞാതീനാം ബന്ധുജനങ്ങളുടെ ദിദൃക്ഷു ദർശനത്തിൽ ഇച്ഛയുള്ളവനായിട്ട് പ്രയയൗ യാത്രയായി. അപ്പോൾ ഇതി തം ആനമ്യ ആമന്ത്ര്യ നിർവൃതാശയ വിതുരഃ സ്വാനാം ജ്ഞാതീനാം ദിദൃക്ഷു പ്രയയൗ. എന്നുകൂടി പറയാം. ഇതി തം ആനമ്യ ആമന്ത്ര്യ നിർവൃതാശയ വിതുരഃ സ്വാനാം ജ്ഞാതീനാം ദിദൃക്ഷു പ്രയയൗ. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് ആ സാഫല്യത്തോടു കൂടിയിരിക്കുന്ന ആ വിതുരൻ സ്വന്തം ആ ബന്ധുജനങ്ങളുടെ ആ ദർശനത്തിൽ ഇച്ഛയുള്ളവനായിട്ട് യാത്രയായി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി ആ വിതുരൻ തൻ്റെ ബന്ധുക്കളെ കാണാൻ ആഗ്രഹിച്ച് ആനന്ദത്തോടു കൂടി ഹസ്തിനാപുരത്തിലേക്ക് പോയി.
വിതുരൻ ഇപ്രകാരം പറഞ്ഞ ശേഷം മുനിയുടെ പാദത്തിൽ നമസ്കാരം ചെയ്തു. യാത്രയ്ക്ക് അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഭക്തിഭാവത്താൽ അന്ധകരണത്തിൽ ആനന്ദസ്ഫുരണം സ്ഫുരണം ആയിരുന്നു. അങ്ങനെ ആ സജ്ജനങ്ങളെയും ജ്ഞാനികളെയും കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹസ്തിനപുരം പ്രാപിച്ചു. ഭക്തി കൊണ്ട് മുങ്ങിയെന്ന് മൈത്രേയർ ഉപദേശിച്ചതിനാൽ ആ ഭഗവതുദ്ധവ സംവാദം ഭഗവതുദ്ധവ സംവാദം അടങ്ങിയിരിക്കയാൽ വിതുരർ സംതൃപ്തനായി ചോദ്യം മതിയാക്കി സ്വനഗരം പ്രാപിച്ചു എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ ശ്രീശുഗൗവാച ഇത്യുക്തുവ ഇപ്രകാരം പറഞ്ഞ് വിതുരോ മൈത്രേയമാമന്ത്ര്യ വിതുരൻ മൈത്രേയനോട് പറഞ്ഞ് സ്വജ്ഞാതീനാം സ്വന്തം ബന്ധുക്കളെ ദിദൃക്ഷയ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ജ്ഞാതീനാം നിർവൃതാശയ അല്ല ജ്ഞാതീനാം നിർവൃതാശയ അവരെ കാണാൻ ഉദ്ദേശിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി എന്നുള്ള. ഈ ശ്രീശുഗൗവാച ഇത്യാനമ്യ ഇപ്രകാരം ആ മൈത്രേയ മുനിയെ നമസ്കരിച്ച് തമാമന്ത്ര്യ അദ്ദേഹത്തോട് പറഞ്ഞ് വിതുരൻ ആജ്ഞ വാങ്ങിയിട്ട് ഗജസാഹ്വയം അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് പോയി. ഈ ശ്രീശുഗൗവാച ഇത്യാനമ്യ തമാമന്ത്ര്യ വിതുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷു പ്രയവ് സ്വന്തം ജ്ഞാതീനാം സ്വന്തം ബന്ധുക്കളെ കാണാൻ ഇച്ഛിച്ചുകൊണ്ട് നിർവൃതാശയ നിവൃത്തമായ മനസ്സോട് കൂടിയിട്ട് സ്വന്തം രാജ്യത്തിലേക്ക് പോയി. ഈ ശ്രീശുഗൗവാച ഇത്യാനമ്യ തമാമന്ത്ര്യ വിതുരോ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷു ജ്ഞാതീനാം നിർവൃതാശയ. അടുത്ത ശ്ലോകം അവസാനത്തെ ശ്ലോകം 31. ഏതദ്യ ശൃണുയാദ് രാജൻ രാജ്ഞാം ഹര്യർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിമൈശ്വര്യമാപ്നുയാൽ. ഏതദ്യ ശൃണുയാദ് രാജൻ രാജ്ഞാം ഹര്യർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിമൈശ്വര്യമാപ്നുയാൽ. അല്ലയോ രാജാവേ, ആരാണോ ആ ശ്രീഹരിയിൽ സമർപ്പിക്കപ്പെട്ട അന്ധകരണത്തോടുകൂടി വർത്തിച്ച് ആ രാജാക്കന്മാരുടെ ഇപ്രകാരമുള്ള ചരിത്രത്തെ ശ്രവിക്കുന്നത് അവർ ദീർഘായുസ്സും ധനസമ്പത്തും കീർത്തിയും സൗഖ്യവും ഐശ്വര്യവും ഒക്കെയുള്ളവരായിട്ട് പരമഗതിയും പ്രാപിക്കുന്നതായിത്തീരും എന്നാണ് പറയുന്നത്. ഏതദ്യ ശൃണുയാദ് രാജൻ പ്രകാരം ആരാണോ ഈ രാജാക്കന്മാരുടെ കഥകളെ കേൾക്കുന്നത്, രാജ്ഞാം ഹരി അർപ്പിതാത്മനാം ആ ഹരിയുടെ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ കഥകൾ കേൾക്കുന്നത് അവർക്ക് ആയുർ ധനം ആയുസ് ധനം യശസ് കീർത്തി സ്വസ്തി ഐശ്വര്യം മംഗളം ഗതിം ഐശ്വര്യം ആപ്നുവാൽ എല്ലാം അവർക്ക് പ്രാപിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോൾ ഹേ രാജൻ അല്ലയോ രാജാവേ, യഹ ആരാണോ ഹര്യർപ്പിതാത്മനാം ശ്രീഹരിയിൽ സമർപ്പിക്കപ്പെട്ട അന്ധകരണത്തോടുകൂടി വർത്തിച്ചിരുന്ന രാജ്ഞാം ഈ രാജാക്കന്മാരുടെ ഇപ്രകാരമുള്ള ചരിത്രത്തെ ശൃണുയാ ശ്രവിക്കപ്പെടുന്നത് ആയുഹു അവന് ദീർഘായുസ്സും ധനം സമ്പത്തും യശ കീർത്തിയും സ്വസ്തി സൗഖ്യവും ഐശ്വര്യവും ഗതിം പരമഗതിയും ആത്മയാ പ്രാപിക്കുന്നതാണ് എന്നുകൂടി പറയാം. ഹേ രാജൻ അല്ലയോ രാജാവേ, യഹ ആരാണോ ഹര്യർപ്പിതാത്മനാം ശ്രീഹരിയിൽ സമർപ്പിക്കപ്പെട്ട അന്ധകരണത്തോടുകൂടി വർത്തിച്ചിരുന്ന രാജ്ഞാം ഈ രാജാക്കന്മാരുടെ ഇപ്രകാരമുള്ള ചരിത്രത്തെ ശൃണുയാ ശ്രവിക്കുന്നുവോ അവർക്ക് ആയുഹു അവൻ ആയുസ്സും ദീർഘായുസ്സും ധനം സമ്പത്തും യശ കീർത്തിയും സ്വസ്തി സൗഖ്യവും ഐശ്വര്യവും ഗതിയും പരമഗതിയും ആപ്നുയാത് പ്രാപിക്കുന്നതാണ്. ഹേ രാജൻ യഹ ഹര്യർപ്പിതാത്മനാം രാജ്ഞാം ഏതത് ശൃണുയാത് ആയുഹു ധനം യശഃ സ്വസ്തി ഐശ്വര്യം ഗതിം ആപ്നുയാത് എന്നുകൂടി പറയാം. ഹേ രാജൻ യഹ ഹര്യർപ്പിതാത്മനഃ
രാജ്ഞഃ രാജ്ഞാം ഹര്യർപ്പിതാത്മനഃ രാജ്ഞാം ഏതത് ശൃണുയാത് ആയുഃ ധനം യശഃ സ്വസ്തി ഐശ്വര്യം ഗതിം ആപ്നുയാത്. അല്ലയോ രാജാവേ, ആരാണോ ആ ശ്രീഹരിയിൽ സമർപ്പിക്കപ്പെട്ട അന്ധകരണത്തോടുകൂടി വർത്തിച്ചിരുന്ന ഈ രാജാക്കന്മാരുടെ ഇപ്രകാരമുള്ള ചരിത്രത്തെ ശ്രവിക്കുന്നുവോ അവർക്ക് ദീർഘായുസ്സും ധനസമൃദ്ധിയും കീർത്തിയും സൗഖ്യവും ഐശ്വര്യവും പരമഗതിയും അവർ പ്രാപിക്കുന്നതാണ്. അല്ലയോ പരീക്ഷിത് രാജാവേ, ശ്രീഹരിയിൽ അർപ്പിച്ച മനസ്സോടുകൂടിയ രാജാക്കന്മാരുടെ ചരിത്രമടങ്ങുന്ന ഈ പ്രകരണം ശ്രവണം ചെയ്താൽ ദീർഘായുസ്, ധനം, യശസ്, മംഗളം, ഐശ്വര്യം ഇത്യാദികളും പരമഗതിയും ലഭിക്കും. വിതുരമൈത്രേയ സംവാദ ശ്രവണത്തിൻ്റെ ഫലശ്രുതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആയുസ്സും ധനവും ആദിഭൗതികം, യശസ്സും മംഗളവും ദൈവീകം, ഐശ്വര്യവും അണിമാതി സിദ്ധികളും പരമഗതിയും ആധ്യാത്മികം. ഇങ്ങനെ 3 പ്രകാരത്തിലുള്ളതാണ് ഫലം. ഇവയിൽ അല്പം പരസ്പര സങ്കലനം കാണാം. അങ്ങനെ രാജൻ ഭഗവതർപ്പിതമായിരിക്കുന്ന മനസ്സോടുകൂടി കൂടിയ ഈ രാജാക്കന്മാരുടെ ഈ ചരിത്രം ശ്രദ്ധാപൂർവം കേൾക്കുന്നവർ ആയുസ്, ധനം, യശസ്, മംഗളം, ഐശ്വര്യം, പരമഗതി എന്നിവ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ രാജൻ, ശ്രീഹരിയിൽ സർവാത്മനാ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ആ പ്രചേതസ്സുകളുടെ ഈ ചരിത്രത്തെ ഏതൊരുവൻ കേൾക്കുകയോ കേൾപ്പിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നുവോ അവൻ ദീർഘായുസ്, ധനം, സൽകീർത്തി, പുത്രപൗത്രാദികളായ ആ മംഗളങ്ങൾ, രാജ്യപ്രാപ്തിയാദികളായിരിക്കുന്ന ഐശ്വര്യം, സ്വർഗവൈകുണ്ഠപ്രാപ്തി രൂപമായ പരമഗതി എന്നിവയിൽ ഏതേതിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ പ്രാപിക്കും എന്ന് അവരിൽ പ്രസാദിച്ച് ശ്രീഹരി തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സകാമന്മാർക്കുള്ള ഫലമാണിത്. നിഷ്കാമന്മാർക്ക് ഭഗവാനോട് സായുജ്യമാണ് ഫലം വരിക. അപ്പോൾ ഏവം അപ്പോൾ ഏതദ്യ ശൃണുയാത് ഇപ്രകാരം ഇത് കേട്ടാൽ, ഈ കഥകൾ കേട്ടാൽ, ശൃണുയാത് രാജന്നാജ്ഞാം, അല്ലയോ രാജാവേ, ഇപ്രകാരം ഉള്ള ഈ രാജാക്കന്മാരുടെ കഥകൾ കേട്ടാൽ ഏതദ്യ ശൃണുയാത് രാജന്യാജ്ഞാം ഹര്യർപ്പിതാത്മനാം, ഹരിയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ കഥകൾ ഇപ്രകാരം കേട്ടാൽ ആയുർധനം യശസ്വസ്തി ഗതിർ ഐശ്വര്യമാപ്നുയാൽ, ആയുസ്, ധനം, യശസ്, സൗഖ്യം, ആ പരമഗതി, ഐശ്വര്യം എല്ലാം അവിടെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതദ്യ ശൃണുയാത് രാജൻ ആജ്ഞാം, പ്രകാരം ഉള്ള ഹര്യർപ്പിതാത്മനാം, ഹരിയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയിട്ടുള്ള രാജാക്കന്മാരുടെ ഈ സൽക്കഥകൾ കേട്ട് കഴിഞ്ഞാൽ ആയുഹു ധനം യശഃ സ്വസ്തി ഗതിമൈശ്വര്യം ആപ്നുയാൽ, ആയുസ്, ധനം, യശസ്, സൗഖ്യം, പരമഗതി, ഐശ്വര്യം ഇവയെല്ലാം പ്രാപിക്കുന്നതാണ്. അപ്പോൾ ഏതദ്യത് ശൃണുയാത് രാജൻ ആജ്ഞാം ഹര്യർപ്പിതാത്മനാം ആയുർധനം യശസ്വസ്തി ഗതിമൈശ്വര്യമാപ്നുയാത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പ്രചേതോപാഖ്യാനം നാമേകത്രിംശോധ്യായം ഏകത്രിംശോധ്യായം. ഈ ഇതോടുകൂടിയിട്ട് ഈ 4-ാം സ്കന്ധം, ചതുർത്ഥസ്കന്ധം സമാപ്ത, ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് പഞ്ചമസ്കന്ധമാണ്. ഇപ്രകാരം ആ ചതുർത്ഥ സ്കന്ധത്തിൻ്റെ 31-ാമത്തെ അധ്യായം കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഈ ചതുർത്ഥസ്കന്ധം 31 ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സമാപ്തോയം ചതുർത്ഥസ്കന്ധ. അപ്പോൾ ഇനി പഞ്ചമസ്കന്ധമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് ഗദ്യരൂപത്തിലാണ്, അല്പം പ്രയാസം ഉണ്ടാകും പഠിക്കാൻ. അപ്പോൾ വാക്കുകളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചും പോകണം. കുറച്ചുകൂടി സാവധാനത്തിലാവും അത് എടുക്കുക. അപ്പോൾ വളരെ വിശദമായി ഇനി ഭാഗവതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഭാഗവതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്.
വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ 31-ാമത്തെ അധ്യായം വളരെ സശ്രദ്ധം തെറ്റുകളൊക്കെ കൂടാതെ കണ്ട് അതിനെ സമർപ്പിക്കുക, ഭാഗവത സമർപ്പണത്തിൽ സമർപ്പിക്കുക. അതുപോലെ അതിൻ്റെ സംഗ്രഹം, അതുപോലെ അതിലത്തെ ആശയങ്ങൾ, ഇവയൊക്കെ ഇനി ഇവയൊക്കെ വ്യക്തമാക്കണം. അതിനുശേഷം 5-ാമത്തെ സ്കന്ധം ആരംഭിക്കും. പൂർവാധികം ശ്രദ്ധയോടുകൂടിയിട്ട് അക്ഷരത്തെറ്റൊന്നും കൂടാതെ കണ്ട് ഉച്ചരിക്കാനും വായിക്കാനും അതുപോലെ ആ പാഠങ്ങൾ പഠിച്ച് അതിൻ്റെ നിധിധ്യാസനം ചെയ്യാനും മനനം ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാകണം. ഭഗവാനിലേക്ക് അർപ്പിതമാക്കാൻ സാധ്യമാകണം. ഹരേ കൃഷ്ണ.